ഇന്ന് വിഷു സദ്യ സീരീസിലെ റെസിപ്പി നമ്പർ 3 ഓലൻ. അതായത് സദ്യകളിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരേ ഒരു വിഭവമേ ഉള്ളൂ, അതാണ് കേട്ടോ ഓലൻ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഓലൻ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പം എങ്ങനെയാണ് സദ്യയിലൊക്കെ നമ്മൾ ഉണ്ടാക്കണ ആ ഒരു ഓലൻ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പോളം വൻപയർ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഏതാണ്ട് മുങ്ങി കിടക്കുന്ന ലെവലിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് വേവുന്നതിന് ആവശ്യത്തിന് വെള്ളം. പിന്നെ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 3-4 വിസിൽ, അതായത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് അതിൻ്റെ വേവിന് വ്യത്യാസം വരും. ഇത് വേവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഉടയൊന്നും വേണ്ട, വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഇതാ മത്തങ്ങ, ഈ ഒരു മത്തങ്ങയുടെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതുപോലെ കനം കുറച്ചിട്ട് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ പയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വേവിച്ച പയറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ് കേട്ടോ. ഒരു 2-3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നെടുകെ കീറി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ പയർ വേവിച്ചപ്പോൾ അതിൽ തന്നെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പം മത്തങ്ങ ഇനി വേവിക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് വെള്ളമായിട്ടിരിക്കുന്ന ഒരു കറിയല്ല, തൊടുകറിയാണ്. അപ്പോൾ നമുക്ക് തിക്കായിട്ടാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ പയറിൽ ഒട്ടും തന്നെ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരൊറ്റ വിസിൽ അപ്പോഴത്തേനും നമ്മുടെ മത്തങ്ങ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ചിട്ട് ആ മത്തങ്ങ മുഴുവൻ നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ ഓലനിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. മത്തങ്ങ ഇങ്ങനെ ഉടച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കും. നല്ല മധുരമുള്ള മത്തങ്ങ തന്നെയാണ്. നിങ്ങളുടെ മത്തങ്ങ തീരെ മധുരമില്ലാത്താണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര അല്ലെങ്കിൽ 1 പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അത്യാവശ്യം മധുരമുള്ള മത്തങ്ങ തന്നെയാണ്, എങ്കിലും കുറച്ചും കൂടിയും ഒരു മധുരം ഉണ്ടാവണം ഓലനിലേക്ക്. അപ്പം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു സദ്യ സ്പെഷ്യൽ ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തെളുപ്പമാണല്ലേ ഈ ഒരു ഓലൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിഷു സദ്യയിൽ എല്ലാവരും ഈ ഒരു ഓലൻ തയ്യാറാക്കി നോക്കണം കേട്ടോ. വീണ്ടും ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയായി നാളെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.